ലോകത്തെ ഞെട്ടിപ്പിച്ച റഷ്യയിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ IS ഏറ്റെടുത്തു. മോസ്കോയിൽ സംഗീത നിശയ്ക്കിടെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ 60-ലധികം പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം പെട്ടെന്നുണ്ടായ തീരുമാനമല്ലെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഭീകര സംഘടന റഷ്യയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിടുകയാണ്. സമീപകാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ IS ശക്തമായി എതിർത്തിരുന്നു. പുടിനെ നിരന്തരമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് IS റഷ്യയെ ലക്ഷ്യമിട്ടത്? IS റഷ്യയെ ലക്ഷ്യം വെക്കാനുള്ള പ്രധാന കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് സിറിയയിൽ നടത്തിയ സൈനിക ഇടപെടലുകളാണ്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ ഭരണത്തെ പിന്തുണയ്ക്കാൻ പുടിൻ റഷ്യൻ സൈന്യത്തെ സിറിയയിലേക്ക് അയച്ചു. ISനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും നേരിടാനായിരുന്നു റഷ്യയുടെ ഈ നീക്കം. അസദിന്റെ അധികാരം നിലനിർത്താനും മേഖലയിൽ റഷ്യൻ സ്വാധീനം ഉറപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള ഈ നീക്കം ISന് തിരിച്ചടിയായി. സിറിയയിലെ ISനെതിരായ ഈ ഇടപെടൽ റഷ്യയുടെ മേൽ IS ശത്രുതയുണ്ടാകാൻ കാരണമായി. പൊതുവെ മുസ്ലിങ്ങളെ സ്ഥിരമായി അടിച്ചമർത്തുന്ന രാജ്യമായാണ് റഷ്യയെ IS കരുതുന്നത്. ഇക്കാരണത്താലാണ് റഷ്യക്കെതിരെ IS ഭീകരാക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. ISൽ മധ്യേഷ്യയിൽ നിന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതും റഷ്യൻ മണ്ണിൽ ആക്രമണങ്ങൾ നടത്താനുള്ള സംഘത്തിന്റെ പ്രേരണയ്ക്ക് ആക്കം കൂട്ടി. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സംഗീത നിശ നടന്ന ക്രോക്കസ് സിറ്റി ഹാളിലാണ് 5ഓളം വരുന്ന ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. യന്ത്രത്തോക്ക് ഉപയോഗിച്ചുള്ള വെടിവയ്പിൽ 60 പേർ മരിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. 2 തവണ സ്ഫോടനമുണ്ടായി. തീ പടർന്ന് ഹാളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. സൈനികരുടേതുപോലുള്ള വസ്ത്രം ധരിച്ചാണ് അക്രമികൾ എത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യന്ത്രത്തോക്ക് ഉപയോഗിച്ച് തുടരെ വെടിവെക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അക്രമികളിൽ ഒരാൾ പിടിയിലായതായാണ് റിപ്പോർട്ട്. 9,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലാണ് സംഗീത പരിപാടി നടന്നത്. വെടിവയ്പ് നടക്കുമ്പോൾ സംഭവ സ്ഥലത്ത് 6,000-ഓളം പേർ ഉണ്ടായിരുന്നു. വാരാന്ത്യത്തിൽ നടക്കാനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചിട്ടുണ്ട്.